നിങ്ങളൊക്കെ ഞാൻ എന്താ പറയാ? തലയ്ക്കകത്ത് വല്ലുണ്ടോ? മാനം കളയാനായിട്ട് ആരെന്ത് പറഞ്ഞാലും ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളഞ്ഞോണം. അതാ നിങ്ങളുടെ ജന്മം. ചോദിക്കും മോനെ, അങ്ങനെ തന്നെ ചോദിക്ക്. അത് കേട്ടെങ്കിൽ ഇങ്ങേർക്ക് നാണം വെക്കട്ടെ. ഇങ്ങനെ മാത്രം പറഞ്ഞാ പോരാ, നിങ്ങളും കണക്കാമായി. ശാന്ത പോവാ, ഞാനൊന്ന് ചോദിക്കട്ടെ. ശ്രേയ മേഡം നിങ്ങളെ കണ്ടിരുന്നത് എങ്ങനെയാ? മറന്നോ അതൊക്കെ? ദത്തുപുത്രി ദത്തുപുത്രി എന്ന് ദിവസത്തെ ഒരു 100 തവണ പറഞ്ഞു നടക്കുമായിരുന്നല്ലോ. ആ പുത്രിയോടാ ഈ കള്ളത്തരവും ചതിയൊക്കെ നിങ്ങൾ കാണിച്ചത്. ആരും അറിയില്ലെന്ന് വിചാരിച്ചാ ഞാൻ. ഓ, തെണ്ടിത്തരം കാണിച്ചതും പോരാ നിന്ന് ന്യായീകരിക്കുന്നോ? ശ്രേയ മേഡത്തിന്റെ മനസ്സിൽ നിങ്ങളോട് ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസവും ബഹുമാനവും പോയി. മനസ്സിലായി നിങ്ങക്ക്? അതാലോചിച്ച മോനെ എന്റെ കണ്ണ് കലകിയത്. ഹൃദയം നിന്ന് പോയ പോലെ തോന്നുക. മരുവിനെ അറിയാതെ പറ്റിപ്പോയതാ. ഇപ്പൊ എല്ലാം മനസ്സിലായി. ഇനി മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? എല്ലാം നശിപ്പിച്ചില്ലേ? പടിക്കൽ കൊണ്ടുപോയി കലവടച്ചിരിക്കുന്നു. ആ തുണിക്കച്ചവടക്കാരി നിങ്ങളുടെ മോളല്ലേ? ഇതേ ചോരയല്ലേ അവളുടെ ശരീരത്തിൽ ഓടുന്നേ? ആ തുണിക്കച്ചവടക്കാരിയുടെ ബുദ്ധിയോ സാമർഥ്യമോ ഒന്നും നിങ്ങൾക്ക് ഇല്ലാതായി പോയല്ലോ. കഷ്ടം. മരുമോനെ, എന്നെ എന്തോരം വേണേലും ചീത്ത പറഞ്ഞു ഞാൻ കേൾക്കാം. പക്ഷെ അവളുമായി താരതമ്യം ചെയ്ത് സംസാരിക്കരുത്. ഓ, ഡയലോഗിന് ഒരു കുറവുമില്ല. ചാരുവിനെ നാറ്റിക്കാൻ എത്ര നല്ല പ്ലാനാ മേഡം ഉണ്ടാക്കി വെച്ചിരുന്നത്. നിങ്ങളുടെ ആർത്തിയും മണ്ടത്തരവും കാരണം എല്ലാം വെള്ളത്തിലായി. ഇതേ നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, എന്നെ ബാധിക്കും. എന്റെ മാമൻ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊല്ലാക്കൊല്ല ചെയ്യും. മനസ്സിലായോ? ഓ അമ്മായി, നിങ്ങൾക്ക് ഇങ്ങനെ അറിയാവുന്നതല്ലേ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുടായിരുന്നോ? സ്വർണം കിട്ടുമെന്ന് അറിഞ്ഞപ്പോ പല്ലിടിച്ച് കൂട്ടു നിന്നു. എന്ത് പറയാനോ? മോനെ അരവിന്ദ്, ഞാൻ പറഞ്ഞതാ ഇങ്ങേരോട് വേണ്ടാന്ന്. ഒന്നെടുത്ത് മാറ്റിയ അത് ആരും അറിയില്ല എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ മോഹം ഉണ്ടായിരുന്നു അടിച്ചു മാറ്റാൻ. ഇപ്പൊ നാറിയതാരാ? നിങ്ങൾ തന്നെ. ശ്രേയ മേഡത്തിന് മുമ്പിൽ ഞാൻ പോണം നിങ്ങൾക്ക് വേണ്ടി മാപ്പ് പറയാൻ. മാമയും അമ്മായും പാവങ്ങളാ, അവരോട് ക്ഷമിക്കണമെന്ന് പറയാൻ. രണ്ടിനോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കല്യാണം കഴിയുന്നവരെ വാ തുറക്കാതെ കയ്യും കെട്ടി ഒരു മൂലയ്ക്ക് നിന്നോണം. മനസ്സിലായോ? ശരി, പോവാൻ നോക്ക്. മരുവനെ, എന്നോട് ദേഷ്യമൊന്നുമില്ല. ഒന്ന് പോകുന്നുണ്ടോ? മനുഷ്യ ഹലോ മാഡം. എന്താ ഉറക്കമായിരുന്നോ? ഇല്ല മാഡം. നുണ പറയണ്ട. വിശ്വസിക്കുന്നവരോട് നുണ പറയുന്നത് വലിയ വഞ്ചനയാണെന്ന് അറിയില്ലേ? അറിയാം, ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങിയില്ലായിരുന്നെങ്കിൽ ആദ്യത്തെ 2 റിങ്ങിൽ തന്നെ നീ എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാഞ്ഞേ? ഇനി ഉറങ്ങില്ല മാഡം, സോറി. ഉറക്കം എല്ലാവർക്കും വേണ്ടത് തന്നെയാ. പക്ഷെ നമ്മൾ ഉറങ്ങിയാലേ ഇതുവരെ ചെയ്തു വെച്ചതെല്ലാം വെറുതെ ആവും. മനസ്സിലായി മാഡം. ഞാനോ നീയോ ഉറങ്ങുന്ന സമയത്തായിരിക്കും ശത്രുക്കൾക്ക് അവരുടെ കരുക്കൾ നീക്കാനുള്ള അവസരം കിട്ടുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം. അല്ല, ഇപ്പം മാഡം വിളിച്ചെന്തിനാ? ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ ഉണ്ട്. നീ മുകളിലേക്ക് വാ. ഓക്കെ മാഡം, ഞാനിപ്പോ വരാം. ചാരു ചേച്ചി, എല്ലാരും ഉറങ്ങാൻ പോയി. ചേച്ചി എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നില്ല അനുമോളെ. ബാലമാമനെ വീട്ടിലേക്ക് വിടണ്ടായിരുന്നു എന്നൊരു തോന്നല്. അച്ഛനായിരുന്നില്ലേ നിർബന്ധം വീട്ടിലേക്ക് പോവാൻ? ചേച്ചി വിട്ടതല്ലല്ലോ. ബാലമാമന്റെ നിർബന്ധമായിരുന്നു, ശരിയാ. പക്ഷെ
മാമനെ വിടാതെ ഇവിടെ പിടിച്ചു നിർത്തണമായിരുന്നു. രാവിലെ അച്ഛൻ വരില്ലേ ചേച്ചി? ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, ഉറങ്ങാൻ നോക്ക്. വാ. ബാലമാമൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുന്ന സേഫ് അല്ല. ശ്രേയ എന്ത് ചെയ്യുമെന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കവും വരുന്നില്ല. ചേച്ചി എന്താ ഈ പറയുന്നേ? അനുമോളെ, തുടക്കം മുതലൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ വിചാരിച്ചത് എന്തെങ്കിലും ഇതുവരെ നടന്നിട്ടുണ്ടോ? ശ്രേയ എന്ത് മനസ്സിൽ കണ്ടോ അത് മാത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബാലമാമൻ ഇവിടെ ഇല്ലാതെ വീട്ടിൽ ഒറ്റയ്ക്ക് വേണമെന്ന് ശ്രേയ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിലോ? വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത് അച്ഛനല്ലേ? ശ്രേയക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലല്ലോ. ഇല്ലാലോ. ബാലമാമനെ വീട്ടിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് ഇവിടെ നടന്ന പ്രശ്നങ്ങളാ. ആ പ്രശ്നം ഉണ്ടാക്കിയത് ബാലമാമനെ വീട്ടിലേക്ക് വിടാനാണെങ്കിലോ? ബാലമാമനെ കൊണ്ട് താലിയെടുത്ത് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രേയ കാര്യമായിട്ടെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതാ എന്റെ പേടി. മോള് ടെൻഷൻ ആവണ്ട, പോയി കിടന്നോ. എന്ത് വേണമെന്ന് ഞാൻ ആലോചിക്കട്ടെ. ശരി ചേച്ചി.